Hello everyone, welcome to ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ ഓപ്പറേഷനിലെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഒരു ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് ഡെസിമൽ നമ്പർ തന്നിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a rectangular plot is of length 45.8 meter and breadth 39.5 meter. What is its area? ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ടിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. രണ്ടും തന്നിട്ടുള്ളത് ഡെസിമലിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ് ദാറ്റ് ഈസ് 45.8 ഇൻറ്റു 39.5. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്താ? ജസ്റ്റ് പോയിൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 45.8 എന്നില്ലേ, ആ പോയിൻ്റൊക്കെ കളഞ്ഞിട്ട് 458 ഇൻറ്റു 39.5 മൾട്ടിപ്ലൈ ചെയ്യുക സൈഡിൽ. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ നോക്കണ്ട ആൻസർ കിട്ടി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 45.8 പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ ഉണ്ട്. 39.5 പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടിലും കൂടി എത്ര നമ്പർ ഉണ്ട് പോയിന്റിന് ശേഷം? 2 നമ്പർ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണോ അതിൽ നിന്ന് ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുക? 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണോ അതിൽ നിന്ന് ബാക്കിൽ നിന്ന് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. So you will get the answer as 1809.1 meter square. യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് പോവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രൊഡക്റ്റ് ബിലോ. നിങ്ങൾക്ക് 2 ഡെസിമൽ നമ്പർ തന്നിട്ട് നിങ്ങളോട് ഇതേപോലെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. 46.2 ഇൻറ്റു 0.23. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് പോയിൻ്റ് ഒന്നും ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. 462 ഇൻറ്റു 23 ചെയ്യുക. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. അവിടെ ഇപ്പോൾ നോക്കിക്കേ, പോയിന്റിന് ശേഷം 46.2 ഒരു നമ്പറും ഉണ്ട്. 0.23 പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്. സോ ടോട്ടൽ രണ്ടിലും കൂടി മൊത്തം എത്ര ഉണ്ട് പോയിന്റിന് ശേഷം? 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 3 നമ്പേഴ്സ് ആൻസറിൽ ഇട്ട് കൊടുക്കുക. ബാക്കിൽ നിന്ന് 3 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ആൻസർ എന്ന് പറഞ്ഞത് 10.626. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 57.52 ഇൻറ്റു 31.2. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് പോയിൻ്റ് കാര്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ആൻസറിലും ഉത്തരം തെറ്റാനുള്ള സാധ്യതയുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് 3212 ഇൻറ്റു 23 ഈസ് ഈക്വൽ 73,876. ഫൈൻഡ് ദ പ്രൊഡക്ട്സ് ബിലോ വിതൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലൈ. നിങ്ങൾക്ക് 3212 23 കൊണ്ട് ഗുണിച്ചപ്പോൾ 73,876 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത് വെച്ചിട്ട് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 321.2 ഇൻറ്റു 23. നോക്കിക്കേ, ആൻസർ ഇവിടെ ഉണ്ട്. ആൻസർ എത്രയാണ്? 73876 ആൻസറാണ്. ഇവിടെ നോക്കുക, നമ്പറൊക്കെ സെയിം തന്നെയല്ലേ? 321.2 ഇൻറ്റു 23 എന്നാണ്. ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടിട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആൻസർ എഴുതിയിട്ട് ആദ്യം 73876 എഴുതാം. നോക്കുക, പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കുക. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ ഉള്ളൂ. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ആൻസർ എന്ന് പറഞ്ഞത് 77,387.6. അടുത്ത ക്വസ്റ്റ്യൻ, 0.3212 ഇൻറ്റു 23. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ ചെയ്യേണ്ടത്? പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ 4 നമ്പർ ഉണ്ട്. അപ്പോൾ ഉത്തരത്തിലും പോയിന്റിന് ശേഷം എന്ത് ചെയ്യുക? ബാക്കിൽ നിന്ന് 4 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്ത 32.12 ഇൻറ്റു 23. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പേഴ്സാണ്. സോ ആൻസറിലും ബാക്കിൽ നിന്ന് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ ആൻസർ 738.76. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 3.212 ഇൻറ്റു 23. ഇവിടെ പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. സോ ആൻസറിലും 3 നമ്പർ കഴിഞ്ഞിട്ട് വേണം ഡോട്ട് ഇട്ട് കൊടുക്കാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 321.2 ഇൻറ്റു 0.23.
ഇവിടെ പോയിന്റിന് ശേഷം ആദ്യത്തേൽ ഒരു നമ്പറും അവിടെ പോയിന്റിന് ശേഷം 3 നമ്പറും ഉണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ടോട്ടൽ 3 നമ്പർ കഴിഞ്ഞിട്ട് വേണം ഡോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം. Fourth question. The price of a petrol is 50 rupees per liter. What is the price of 8.5 liter? 1 ലിറ്റർ പെട്രോളിൻ്റെ വില നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 68 രൂപ 50 പൈസ. 1 ലിറ്ററിനാണ് 1 ലിറ്റർ പെട്രോളിനാണ് 68.50 പൈസ. അങ്ങനെയാണെങ്കിൽ 8.5 ലിറ്റർ എത്ര രൂപയാവും എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 8.5 ഇൻറ്റു 1 ലിറ്ററിൻ്റെ വില. 1 ലിറ്ററിൻ്റെ വില എന്ന് പറയുന്നത് 68.50 ഇൻറ്റു 8.5. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 582.25 റുപ്പീസ്. 582 രൂപയും 25 പൈസയും. ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. പോയിൻ്റ് ഉണ്ടെങ്കിൽ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിൽ നിന്ന് പോയിന്റ് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതാണ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. എങ്ങനെ 2 ഡെസിമൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ഇസ് മെയ്ഡ് വിത്ത് 24.8 സെൻറ്റിമീറ്റർ ലോങ് റോപ്പ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയില്ല? ഒരു കയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കയറിൻ്റെ നീളം എന്ന് പറയുന്നത് മൊത്തം 28.8 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കണം സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്. സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. ഒരു റോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 24.8 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സൈഡിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എ സൈഡ്. നമ്പർ ഓഫ് എ സൈഡ്. ഇവിടെ 24.8 ഡിവൈഡഡ് ബൈ 4. നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 24.8നെ 2ൽ 4 പോവോ? ഇല്ല. 24ൽ 4 എത്ര വട്ടം പോവും? 6 ടൈംസ്. അടുത്ത നമ്പർ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഉത്തരത്തിലും പോയിൻ്റ് ഇട്ട് കൊടുക്കുക, മേലെയും പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 2 വന്നിട്ട് ഇനി 8ൽ 4 എത്ര വട്ടം പോവും? 8ൽ 4 2 വട്ടം. സോ ആൻസർ ഇസ് 6.2 സെൻറ്റിമീറ്റർ. Second question. 4 people shared 16.28 kilogram of rice. How much it does each get? 4 ആൾക്കാർ 16.28 കിലോ അരി ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് ചോദ്യം. അപ്പം എങ്ങനെ ഓരോരുത്തർ എമൗണ്ട് കണ്ടുപിടിക്കുക? നിങ്ങൾ ടോട്ടൽ എത്ര കിലോ അരി ഉണ്ട് ഡിവൈഡഡ് ബൈ എത്ര ആളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്? 4 ആൾ. സോ 16.28 ഡിവൈഡഡ് ബൈ 4. നോക്കുക. 1ൽ 4 പോവോ? ഇല്ല. 16ൽ 4 ടൈംസ്. അടുത്ത 2 പോയിൻ്റ് ഉണ്ട്. 16 കഴിഞ്ഞിട്ട് പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ 4 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 2ൽ 4 പോവോ നോക്കുക. 2ൽ 4 പോവോ? ഇല്ല. 28. 28ൽ 4 എത്ര ടൈംസ് നോക്കുക പോവുക? 28ൽ 4 7 ടൈംസ്. സോ ആൻസർ ഇസ് 4.07 കിലോഗ്രാം. അപ്പോൾ ഓരോരുത്തരും എത്ര കിലോ അരി വെച്ചിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്? 4.07 കിലോ അരിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. Third question. The total amount of milk given to a children in a school for 5 days of last week is 132.575 liters. How much was given on average each day? ഒരു സ്കൂളിലോട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് 5 ദിവസത്തിന് കഴിഞ്ഞ ആഴ്ച കൊടുത്ത പാലിൻ്റെ എമൗണ്ടാണ് 132.575 ലിറ്റർ. 575 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിന് ആവറേജ് കണക്ക് എത്രയാണെന്നോ? അപ്പോൾ നിങ്ങൾ ആവറേജ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാം? ദ ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ. ഇവിടെ ടോട്ടൽ എമൗണ്ട് ആണ് എത്ര? 132.575 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 5. ഇനി നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുക. 1ൽ 5 പോവോ? ഇല്ല. 1ൽ 5 പോവില്ല. പിന്നെ 13ൽ 5 എത്ര തവണ പോവും? 13ൽ 5 2 ടൈംസ് 10 അല്ലേ. 10 ബാലൻസ് 3. 32ൽ 5 6 ടൈംസ്. നോക്കിയേ, 6 ടൈം 2 ബാലൻസ് വരും. ഇവിടെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 26 പോയിൻറ്റ്. ഇനി നോക്കേണ്ട കാര്യം 25ൽ 5 എത്ര തവണ പോവും? 5 ടൈംസ്.
7ൽ 5 1 ടൈംസ്, വീണ്ടും ബാലൻസ് അവിടെ 1 വരും, 2 വരും. 25ൽ 5 5 ടൈംസ്. സോ ആൻസർ ഇസ് 26.515. ഇവിടെ ഞാൻ ഈക്വൽ ടു ഇട്ടിട്ടില്ല കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് 26.515. അപ്പോൾ ഒരു ദിവസത്തിന് 26 ലിറ്ററും 515 മില്ലിയുമാണ് കൊടുക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. 8 people shared 33.6 kilogram of rice. Sujita divided her share into 3 equal parts and gave 1 part to Razia. How much did Razia get? ഇപ്പോൾ 8 ആൾ കൂടി 36.6 കിലോ അരി എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. സുജിത അവൾക്ക് കിട്ടിയ എമൗണ്ടിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തു, 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു പാർട്ട് ആർക്ക് കൊടുത്തു, റസിയക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റസിയക്ക് എത്ര എമൗണ്ട് അരി കിട്ടി എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം സുജിതയ്ക്ക് എത്ര എമൗണ്ടാണ് കിട്ടിയെന്ന് നോക്കണം. മൊത്തം എത്ര എമൗണ്ട് ഉണ്ട്? 8 ആൾ കൂടിയാണ് 33.6 കിലോ അരി ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടുക? 33.6 ഹരിക്കണം 8, 33.6 ഡിവൈഡഡ് ബൈ 8. ഇപ്പോൾ കിട്ടും 4.2. അപ്പം 4.2 കിലോ ആണ് ഓരോരുത്തർക്കും, 8 ആളിൽ നിന്ന് ഓരോരുത്തർക്കും വെച്ചിട്ട് അരി കിട്ടിയിട്ടുള്ളത്, 4.2. ഇനി സുജിതയ്ക്കും കിട്ടിയത് എത്ര തന്നെയാണ്? ഈ 4.2 കിലോ അരിയാണ്. സുജിത ആ കിട്ടിയ ഷെയറിനെ വീണ്ടും 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്ന് 1 ആർക്ക് കൊടുത്തിട്ടുള്ളത്? റസിയയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റസിയയ്ക്ക് എത്ര എമൗണ്ട് അരി കിട്ടി എന്നാണ് ചോദ്യം. റസിയയ്ക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? സുജിതയ്ക്ക് ആകെ കിട്ടിയത് 4.2 കിലോ അരി. അതിൽ 3 ആക്കി അവൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4.2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് 1.4 കിലോ. അപ്പോൾ 1.4 കിലോ ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? റസിയയ്ക്ക് കിട്ടിയിട്ടുള്ള അരിയുടെ എമൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A ribbon of length 0.8 meter is divided into 16 equal parts. What is the length of each part? ഒരു റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. അതിനെ 16 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിൻ്റെയും നീളം എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്സ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 0.8 ഡിവൈഡഡ് ബൈ 16. 0.8നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0.05 മീറ്റർ. സിക്സ് ക്വസ്റ്റ്യൻ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 9 gives 145.71. വാട്ട് ഈസ് ദി നമ്പർ? ഒരു നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 കിട്ടി എങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്താ തന്നെ എഴുതാം, ആ നമ്പർ തന്നെ എഴുതാം. നമ്പറിനെ എത്രയോണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേ? 9 കൊണ്ട്. സോ ആൻസറിൽ എന്ത് എഴുതണം? നമ്പർ ഇൻറ്റു 9 ഈക്വൽ ടു 9നെ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 145.71 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയെന്നാണ്? നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? 145.71 നിന്ന് 9 ഹരിച്ചാൽ മതി. 145.71 ഹരിക്കണം 9. ആൻസർ എന്ന് പറയുന്നത് 16.19. 16.19. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ആ നമ്പർ ഏതാണോ ഇൻറ്റു 9 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? 145.71 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണ്, അല്ലെങ്കിൽ തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം എന്ത് കിട്ടിയ ആൻസർ ശരിയാണോ അല്ലയോ എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? സെവൻത്ത് ക്വസ്റ്റ്യൻ. 12,125 divided by which number gives 1.2125? 12,125 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയേ? 1.2125 കിട്ടിയേ. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ എഴുതാം. 12,125 ഡിവൈഡഡ് ബൈ വിച്ച് നമ്പർ എന്നാണ് പറഞ്ഞത്. സോ ഡിവൈഡഡ് ബൈ നമ്പർ ഈക്വൽ ടു 1.2125. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? 12,125നെ ഡിവൈഡഡ് ബൈ 1.2125. ഇനി പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നിങ്ങൾ പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട് നോക്കുക. അവിടെ 2125 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10,000 കൊണ്ട് നിങ്ങൾ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10,000 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 10,000 കിട്ടും.
Seventh question. The area of a rectangle 3.25 meters square and its length is 2.5 centimeter. What is its breadth? ഏരിയ തന്നിട്ടുണ്ട് 3.25, ലെങ്ത്ത് തന്നിട്ടുണ്ട് 0.25 ആണ്, 2.5 ആണ്. 2.5 ലെങ്ത്ത് ഇവിടെ നോക്കി, ഏരിയ മീറ്ററിലും തന്നിട്ടുണ്ട്, ലെങ്ത്ത് സെൻറ്റിമീറ്ററിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, 2.5 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ആൻസർ എന്ന് പറഞ്ഞാൽ 0.025 മീറ്റർ. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. ഏരിയയും തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏരിയയിൽ നിന്ന് ലെങ്ത്ത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞത് 3.25 ഡിവൈഡഡ് ബൈ 0.025. നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 130 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റ് കളയാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. താഴെ എത്ര നമ്പേഴ്സ് കൊണ്ടാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മേലെയും മൾട്ടിപ്ലൈ ചെയ്യണം, പോയിൻ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴത്തെ നമ്പറാണ്, ഡെസിമൽ നമ്പറാണ് നിങ്ങൾക്ക് പോയിൻ്റ് കളയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, മേലെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ 130 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ എന്നാട്ടോ കിട്ടുക. Eighth question. A can contain 4.05 liter of coconut oil. It must be filled into 0.45 liter bottles. How many bottles are needed? ഒരു ക്യാനിൽ 4.05 ലിറ്റർ ഓയിൽ ഉണ്ട്, കോക്കനട്ട് ഓയിൽ ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. അത് നമുക്ക് 0.45 ലിറ്റർ ബോട്ടിലിൽ ഫില്ല് ചെയ്യണം. ഇത്ര ലിറ്ററേ ഒരു കുപ്പിയിൽ കൊള്ളാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽസ് ആവശ്യമുണ്ട്? ഇപ്പം എന്താ ചെയ്താൽ മതി, the total amount of coconut oil divided by the amount of oil in one bottle, that is 4.05 divided by 0.45. The answer is 9. 9 ബോട്ടിൽ വേണം നമുക്ക് 4.05 ലിറ്റർ കോക്കനട്ട് ഓയിൽ നിറക്കാം. അപ്പോൾ ഹിയർ ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഹോംവർക്ക് ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ എക്സാമിന് നിങ്ങൾ വരുന്ന എക്സാമിന് ഇതിൻ്റെ മുന്നുള്ള ചാപ്റ്റർ, അതായത് 6th ചാപ്റ്ററും ഈ ചാപ്റ്ററും, അതായത് 7th ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ് ഞാൻ ഏതുവരെയാണോ എടുത്തിട്ടുള്ളത് അതുവരെ നിങ്ങൾക്ക് എക്സാമിനുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് പഠിച്ചിട്ട് വൃത്തിയായി പഠിച്ചിട്ട് എഴുതാം.